റസൂലുള്ളാഹി തങ്ങളുടെ ഈ മറുപടി കേട്ടപ്പോ ഫാത്തിമയുടെ മറുചോദ്യം, റസൂലേ നമ്മൾ പ്രായമുള്ളവരല്ലേ റസൂലേ, എനിക്ക് വിശപ്പ് പ്രശ്നമല്ല നബിയേ. നമ്മുടെ ചെറിയ 2 പേരക്കുട്ടികളുണ്ട്, ഹസൻ ഹുസൈനോ, അവരും ഭക്ഷണം കഴിച്ചിട്ട് 3 നാളായി നബിയേ, അവർക്ക് എണീക്കാൻ കഴിയുന്നില്ല റസൂലേ എന്ന ഹബീബായ നബി തങ്ങളോട് പറയുമ്പോ, അതേ പേരമക്കള് ചെറിയ ചെറിയ മക്കൾക്ക് ഭക്ഷണം കിട്ടിയില്ലെന്ന് കേട്ടപ്പോ റസൂലുള്ളാഹി ഓടുന്നു, പരിഹാരമുണ്ടോ, വല്ല ജോലിയും കിട്ടാനുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് മദീനയുടെ തെരുവീതിയിലൂടെ ഹബീബുനാ വതോഹ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളതാ നടന്നു നീങ്ങുകയാണ്. എവിടെങ്കിലും ഒരു ജോലി കിട്ടാനുണ്ടോ, ഭക്ഷണത്തിന് വകയുണ്ടോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങുമ്പോ ഒരു കാട്ടറബിയതാ അദ്ദേഹത്തിന്റെ ഒരു വലിയ ഈത്തപ്പന തോട്ടത്തിൽ വെള്ളം നനക്കുന്നു. വെള്ളം നനക്കുന്ന കാട്ടറബിയുടെ അടുക്കലേക്ക് ഹബീബായ നബി തങ്ങൾ കയറി ചെന്നപ്പോ വന്നത് പ്രവാചകനാണെന്ന് മനസ്സിലായിട്ടില്ല. ഈ കാട്ടറബിയോട് ചോദിച്ചു, എനിക്ക് ഭക്ഷണം കഴിക്കണോ, എന്റെ വീട്ടിൽ പട്ടിണിയാണ്, പട്ടിണിയും പരിവട്ടവും കൊണ്ട് കഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഭക്ഷണത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ജോലി ചെയ്താൽ അതിനുള്ള പ്രതിഫലമായി എനിക്ക് വല്ലതും തരുമോ എന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ ചോദിക്കുമ്പോ ഈ കാട്ടറബി പറഞ്ഞു, ശരി തന്നെയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നാലിന്ന പ്രതിഫലങ്ങൾ നൽകാം. ഓരോ ബക്കറ്റ് വെള്ളം നിങ്ങൾ മുക്കിക്കോ, ഒരു ബക്കറ്റിന് 3 വെച്ച് ഞങ്ങൾ പ്രതിഫലം ഈത്തപ്പഴം തരൂ എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ തൊട്ടികൊണ്ട് കാട്ടറബിയുടെ കയ്യിൽ നിന്ന് തൊട്ടിയും വാങ്ങി വെള്ളം മുക്കിയെടുക്കുന്നു. എന്നിട്ട് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവെക്കുന്നു. ആദ്യത്തെ ബക്കറ്റിലുള്ള വെള്ളം കോരിയെടുത്ത റസൂലുള്ളാഹി തങ്ങൾ ഈത്തപ്പനയുടെ ചുവട്ടിൽ കൊണ്ടുവെക്കുമ്പോ ഓടി വന്ന് കാട്ടറബിയോട് പറയുന്നു, അടുത്ത ഒരു കോരി വെള്ളം എടുക്കണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ, അതുകൊണ്ട് ഇതിനുള്ള 3 ഈത്തപ്പഴം എനിക്ക് പ്രതിഫലമായി നൽകണമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നു. അങ്ങനെ ഈത്തപ്പഴം പ്രതിഫലമായി തുടങ്ങുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ 9ാമത്തെ ബക്കറ്റ് മുക്കി വെള്ളം കോരിയെടുക്കാൻ, വെള്ളത്തിലേക്ക് കിണറ്റിലേക്ക് വെള്ളം മുക്കാൻ ഹബീബായ നബി തങ്ങളെ തൊട്ടിയിട്ടപ്പോ റസൂലുള്ളാഹിന്റെ കരങ്ങളിൽ നിന്ന് അറിയാതെ ഈ തൊട്ടി കിണറ്റിലേക്ക് വീണുപോയി. ഇത് കണ്ട് റസൂലുള്ളാഹി പരിഭ്രമിച്ചു. ഇനി തൊട്ടി തിരിച്ചു കൊടുക്കണമല്ലോ, എനിക്ക് കിണറ്റിൽ ഇറങ്ങാൻ കഴിയില്ലല്ലോ, എനിക്ക് പട്ടിണിയാണല്ലോ, വിശന്നുകൊണ്ട് ഞാൻ കിണറ്റിലിറങ്ങിയ മുകളിലേക്ക് കയറാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ ഹബീബായ നബി തങ്ങളെ പരിഭ്രമിച്ചു നിൽക്കുമ്പോ ഈ ഗതി കണ്ട റസൂലുള്ളാഹിന്റെ അടുക്കലുള്ള കാട്ടറബി ഇലാ ഹദറത്തി റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരുന്നു. എന്നിട്ട് എടോ എന്റെ തൊട്ടിയും നീ കളഞ്ഞു എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ കവിളത്തെ മുഖത്തടിക്കുന്നു. റസൂലുള്ളാഹിന്റെ കവിളത്ത് തുരുതുരാ അടിക്കുന്ന കാട്ടറബി റസൂലുള്ളാഹി പ്രതികരിക്കുന്നില്ല, തിരിച്ചടിക്കുന്നില്ല. ഒന്നിങ്ങോട്ട് തന്നാ തിരിച്ചടിക്കണമെന്ന് മുദ്രാവാക്യം പറയുന്ന ചെറുപ്പക്കാരാ, നീ റസൂലുള്ളാഹിന്റെ പിൻഗാമിയാണോ, റസൂലുള്ളാഹിനെ പിൻപറ്റുന്നവനാണോ എന്നാ റസൂലുള്ളാഹി തിരിച്ചടിക്കുന്നില്ല. ഹബീബായ നബി തങ്ങളെ സഹിക്കുകയാ. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങളെ കിണറ്റിലേക്ക് ഇറങ്ങുകയാ, വെള്ളം കോരിയെടുക്കുകയാ. എന്നിട്ട് ബഹുമാനപ്പെട്ട ഈ കാട്ടറബിയുടെ അടുക്കലേക്ക് കോരിയെടുത്ത വെള്ളവും
ബക്കറ്റും കൊടുത്തുകൊണ്ട് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹ് 23 ഈത്തപ്പഴം കയ്യിലേക്ക് പ്രതിഫലവും വാങ്ങി ഫാത്തിമയുടെ വീട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. ഈ റസൂലുള്ളാഹി തങ്ങൾ നടന്നു നീങ്ങിയ ഉടനെ തന്നെ ആ കാട്ടറബിയുടെ മനസ്സിൽ ഒരു ചിന്ത വന്നുപോയി. എന്തൊരു സൗന്ദര്യമുള്ള മനുഷ്യനാണ്, ചുവന്നു തുടിക്കുന്ന കവിളല്ലേ, അടിച്ചിട്ടും പുഞ്ചിരിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് വല്ല പ്രവാചകനുമാണോ? ഇത് മദീനത്തെ പ്രവാചകനാണോ എന്നൊരു ചെറിയ ചിന്ത ഈ ചെറുപ്പക്കാരനായ കാട്ടറബിയുടെ മനസ്സിലേക്ക് വരുന്നു. ഈ ഒരൊറ്റ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ അടിച്ച ഈ കയ്യ, വലത് കയ്യതാ ബഹുമാനപ്പെട്ട നബി തങ്ങൾ അടിക്കാൻ ഉപയോഗിച്ച വലത് കയ്യ ഒരു കത്തിയെടുത്തുകൊണ്ട് മുറിച്ച് മാറ്റുന്നു. എന്നിട്ടോ മുറിച്ചു മാറ്റിയ ഈ കയ്യിൽ നിന്ന് രക്തം ധാരധാരയായി പുറത്തൊഴുകിയപ്പോ ഇദ്ദേഹം ബോധരഹിതനായി വഴിമധ്യേ വീണു കിടക്കുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് യമനിൽ നിന്ന് യാത്രാ സംഘം മദീനയിലേക്ക് കയറി വന്നപ്പോ കയറി വന്ന ഈ ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരൻ കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോ യാത്രക്കാര് കൊണ്ടുവന്ന് വെള്ളം കുറഞ്ഞു, വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇദ്ദേഹം ഉറക്കിൽ നിന്ന് എണീറ്റു. ബോധം തിരിച്ചു കിട്ടിയപ്പോ എന്തേ ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോ വിശദീകരിച്ചു കൊടുത്തു. ഒരാൾ ഇവിടെ വന്നു, തെറ്റി കണ്ടപ്പോ ഞാൻ അടിച്ചു, എന്നെ തിരിച്ചടിച്ചില്ല, എന്നോട് പുഞ്ചരിക്കുകയേ ചെയ്യുള്ളൂ. ഇപ്പോ ഞാൻ ചിന്തിക്കുന്നു, അത് മുഹമ്മദാകുന്ന പ്രവാചകനാണോ, ഇത് മുഹമ്മദാകുന്ന പ്രവാചകനാണോ എന്ന് ചിന്തിച്ചതുകൊണ്ട് എന്റെ കൈമുറിച്ച് മാറ്റിയതാണ് എന്നീ കാട്ടറബി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ ഈ കാട്ടറബി ചൊല്ലുന്നു മദീനത്തെ പള്ളിയിലേക്ക്. പള്ളിയിൽ ചെന്നപ്പോ ഉമറുണ്ട്, ഒരു ഭാഗത്ത് ഉസ്മാനുണ്ട്, മറ്റൊരു ഭാഗത്ത് അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്. മഹാന്മാരായ മുഴുവൻ സ്വഹാബികളും ആ പള്ളിയിലുണ്ട്. അവിടേക്ക് കയറി വന്ന ഈ ചെറുപ്പക്കാരൻ, കയ്യേറ്റ് ചെറുപ്പക്കാരൻ ഒരു കയ്യിലേക്ക് മറ്റൊരു കയ്യിനെയും പിടിച്ചുകൊണ്ട് പള്ളിയുടെ വരാന്തയിൽ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഐന മുഹമ്മദ്, ഐന മുഹമ്മദ്, മുഹമ്മദ് എവിടെ? ഉടനെ ബഹുമാനപ്പെട്ട സ്വഹാബ പറഞ്ഞു, ഫാത്തിമയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകന്റെ കൈമുറിച്ചു മാറ്റി ഈ കാട്ടറബി ആരാണെന്ന് മനസ്സിലാക്കാതെ കൈപിടിച്ച് ഇലാ ഹദറത്ത് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് മുറിച്ചു മാറ്റിയ കൈയും ഉയർത്തിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയെ ഞാനൊരു പ്രവാചകനായി അംഗീകരിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ അടിച്ചത് മോശമായല്ലോ, എനിക്ക് മാപ്പ് നൽകണേ, എനിക്ക് മാപ്പ് നൽകണേ. റസൂലുള്ളാഹി തങ്ങൾ പുഞ്ചിരിച്ച് മാപ്പ് നൽകുന്നു. എന്നിട്ടോ മുറിക്കപ്പെട്ട ഈ കൈയെടുത്ത് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്തു പറഞ്ഞു, മുഹമ്മദ്, നിങ്ങൾ അല്ലാഹുവിന്റെ യഥാർത്ഥ പ്രവാചകനാണെന്ന് ഞാൻ അംഗീകരിക്കണമെങ്കിൽ ഈ മുറിക്കപ്പെട്ട കയ്യ അതേ സ്ഥാനത്ത് ഒട്ടിച്ച് തരണം കേട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ തുപ്പുനീരെടുക്കുന്നു, അവിടുത്തെ കഫമെടുക്കുന്നു, എന്നിട്ട് ഈ കയ്യിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. പിന്നീട് ആ കയ്യിനൊരു കേടും വന്നിട്ടില്ല. അതേ റസൂലുള്ളാഹിന്റെ മുടിക്കും പ്രത്യേകതയില്ല, റസൂലുള്ളാഹിന്റെ തുപ്പുനീരിനും പ്രത്യേകതയില്ല, റസൂലുള്ളാഹിന്റെ ശരീരത്തിനും പ്രത്യേകതയില്ല. ഏതെങ്കിലും ഒരു വഹാബി പറയുന്നത് കേട്ട്, ഏതെങ്കിലും ഒരു സീറോ അത്തുള്ള നിരീശ്വരവാദി പറയുന്നത് കേട്ട്, ഓ എന്റെ സുന്നത്ത് ജമാഅത്തുകാരാ മൂട് താങ്ങാൻ പോവണ്ട, നിന്റെ ആഖിറ നീ സൂക്ഷിച്ചോ. അല്ലാഹുവിന്റെ